നവംബറിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ആദ്യമായി ലെബനൻ തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. നവംബറിൽ ഇസ്രായേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇതാദ്യമായാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തുന്നത്. കഴിഞ്ഞ നവംബറിൽ ഹിസ്ബുള്ള തീവ്രവാദ ഗ്രൂപ്പുമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിത്. എന്നിരുന്നാലും അതിനുശേഷം ഇസ്രായേൽ തെക്കൻ ലെബനനിലെ ലക്ഷ്യങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ആക്രമിച്ചിട്ടുണ്ട്. ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികളുടെ പ്രദേശത്തെ ഡ്രോൺ സംഭരണ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ബെയ്റൂട്ടിലുടനീളം പ്രതിധ്വനിക്കുകയും ആകാശത്തേക്ക് കട്ടിയുള്ള കറുത്ത പുക ഉയരുകയും ചെയ്ത ആക്രമണത്തിൽ ഹിസ്ബുള്ള സിവിലിയന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിക്കുന്ന ഇസ്രായേൽ പ്രദേശം ഒഴിയാൻ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയിരുന്നത്. അതായത് കൃത്യമായി അവിടെയുള്ള ആളുകളോട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞു. ഈ ആളുകളെ മനുഷ്യ കവചമായി ഇവർ ആക്രമണം നടത്തുന്നത് ഇവരുടെ ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ആക്രമണങ്ങളും ഇസ്രായേൽ നടത്തുമ്പോഴെല്ലാം തന്നെ അതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഉൾപ്പെടുന്നത്. ഇവരോട് പലപ്പോഴും മുന്നറിയിപ്പ് നൽകാറുണ്ട്. അതിനു മുൻപ് തന്നെ, അല്ലെങ്കിൽ അവര് ഒഴിഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ ഇവരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ സാധാരണക്കാർ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇസ്രായേൽ സൈന്യം പരിസര പ്രദേശങ്ങളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും കെട്ടിടത്തിന് നേരെ മുന്നറിയിപ്പ് വെടിവയ്പ്പുകളുമായി 3 ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതായി സുരക്ഷാ വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് പരിഭ്രാന്തരായി താമസക്കാർ ഓടിപ്പോകുന്നതും കാറിലും കാൽനടയായും രക്ഷപ്പെടാൻ ഓടുന്നതും വെടിവയ്പ്പുകളും കേട്ടതായി ദൃക്സാക്ഷികളും പറയുന്നു. പ്രദേശത്തെ എല്ലാ സ്കൂളുകളും സർവകലാശാലകളും ഇന്ന് അടച്ചിടാൻ ലെബനൻ സർക്കാർ ഉത്തരവിട്ടു. ഹദത്തിലെ ലക്ഷ്യമിട്ട കെട്ടിടം ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പിന്റേതാണെന്നും അവിടെ അവർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ലെബനൻ എന്ന വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്നും സൈന്യം പറഞ്ഞു. സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു മുന്നറിയിപ്പ്, വെടിവെപ്പോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യം അടയാളപ്പെടുത്താനുള്ള ശ്രമമോ ആയിരുന്നുവെന്ന് കരുതുന്ന ഒരു പരിമിതമായ ഡ്രോൺ ആക്രമണം മുന്നറിയിപ്പ് നൽകി ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഒരു കെട്ടിടത്തിൽ ഇടിച്ചു. തുടർന്ന് വൻ ബോംബാക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ അടക്കം പറയുന്നത്. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കൃത്യമായി അവിടെയുള്ള ആളുകൾക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കിരിയാത്ത് ഷെമോണയിലും, അതായത് ഇസ്രായേലിലെ ഗലീലി സമൂഹങ്ങളിലും ശാന്തതയില്ലെങ്കിൽ ബെയ്റൂട്ടിലും ശാന്തത ഉണ്ടാകില്ല. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങൾ ദാഹിയെ എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതിന്റെ ഗ്രൂപ്പിന്റെ ശക്തനായ തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ള ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു. വ്യോമാക്രമണം വെടിനിർത്തൽ നിബന്ധനകൾ ലംഘിച്ചുവെന്നും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള സംഭാഷണത്തിനിടെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. അദ്ദേഹവും സമാനമായ ആശങ്കകൾ പ്രകടിപ്പിച്ചു. അതേസമയം മാർച്ച് 22-ന് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിനു ശേഷമുള്ള വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് വിക്ഷേപണത്തിൽ ഗ്രൂപ്പിന്റെ പങ്കാളിത്തം ഹിസ്ബുള്ള നിഷേധിച്ചു. ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പും ഉത്തരവാദിത്തം നിഷേധിച്ചു. ലെബനനിൽ ഇസ്രായേലിൽ സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ന്യായീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംഭവങ്ങളെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് സഖ്യകക്ഷികൾ ആക്രമിച്ചതിന്റെ പിറ്റേന്ന് മുതൽ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ വിക്ഷേപിക്കാൻ തുടങ്ങി. ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 2023 ആക്രമണത്തിൽ പലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേലിൽ ഏകദേശം 1200 പേരെ കൊല്ലുകയും 251 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തുകയും തീവ്രവാദ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കളെ കൊല്ലുകയും ചെയ്തതോടെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ഒരു പൂർണ്ണ യുദ്ധമായി പൊട്ടിപ്പുറപ്പെട്ടു. പോരാട്ടത്തിൽ ലെബനനിൽ 4000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഏകദേശം 60,000 ഇസ്രായേലികളെ നാടുകടത്തുകയും ചെയ്തു. വെടിനിർത്തൽ പ്രകാരം ജനുവരി അവസാനത്തോടെ ഇസ്രായേൽ സൈന്യം എല്ലാ ലെബനൻ പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങേണ്ടതായിരുന്നു. ഫെബ്രുവരി 18 വരെ സമയപരിധി നീട്ടിയിരുന്നു. എന്നാൽ ഇസ്രായേൽ അതിർത്തിയിലെ 5 സ്ഥലങ്ങളിൽ തുടരുകയും തെക്കൻ കിഴക്കൻ ലെബനനിലെ ഹിസ്ബുള്ള ലക്ഷ്യങ്ങളാണെന്ന് അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ ഡസൻ കണക്കിന് ആക്രമണം നടത്തുകയും ചെയ്തു.
കഴിഞ്ഞ ആഴ്ച ലെബനനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഫ്രാൻസും യുഎസും സ്പോൺസർ ചെയ്ത കരാറിന്റെ ഇസ്രായേൽ ലംഘനങ്ങളുടെ തുടർച്ചയാണ് ബെയ്റൂട്ട് ഏരിയ ആക്രമണമെന്ന് പാരീസിൽ സംസാരിച്ച ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ പറഞ്ഞു. ഔണുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആക്രമണം അസ്വീകാര്യമാണെന്ന് വിശേഷിപ്പിക്കുകയും നെതന്യാഹുവിനോടും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഇത് അഭിസംബോധന ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇസ്രായേലിൽ യുഎസിന് സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്ന് മാക്രോൺ പറഞ്ഞു. ലെബനനിലെ തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങളെയും താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നു എന്നാണ് വക്താവ് ടാമി ബ്രൂസ് വെള്ളിയാഴ്ച പറഞ്ഞത്. കൂടുതൽ ശത്രുതകൾ തടയാൻ ലെബനൻ സായുധ സേന ഈ തീവ്രവാദികളെ നിരായുധരാക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രായേൽ പതിച്ചതായി റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച ഇസ്രായേൽ വിമാനത്താവളവും സൈനിക കേന്ദ്രവും ഒരു യുഎസ് യുദ്ധക്കപ്പലും ലക്ഷ്യമിട്ടതായി ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ പറഞ്ഞു. ടെലവീവിന് തെക്ക് ബെൻ ഗൂരിയോൺ വിമാനത്താവളം ലക്ഷ്യമാക്കി ഒരു ബാലിസ്റ്റിക് മിസൈലും ഒരു സൈനിക ലക്ഷ്യവും ഹൂത്തികൾ ലക്ഷ്യമിട്ടതായി അവരുടെ സൈനിക വക്താവ് യഹിയ സാരി പറഞ്ഞു. വ്യാഴാഴ്ച നേരത്തെ ജെറുസലേം ഉൾപ്പെടെ ഒന്നിലധികം പ്രദേശങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴക്കിയതിനെ തുടർന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് കടക്കുന്നതിന് മുൻപ് യമനിൽ നിന്ന് വിക്ഷേപിച്ച 2 മിസൈലുകൾ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ അതായത് USS ഹാരിസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള ചെങ്കടലിലെ ശത്രുതാപരമായ യുദ്ധക്കപ്പലുകളെ വിമതർ ലക്ഷ്യവെച്ചിരുന്നുവെന്നും സാരി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിനെതിരെ തുടരുന്ന US ആക്രമണത്തിലുള്ള പ്രതികാരമായിട്ടാണ് ഇത് അദ്ദേഹം പറഞ്ഞത്. മാർച്ച് 15-ന് ഹൂത്തികൾക്കെതിരെ വ്യോമാക്രമണം ഉൾപ്പെടുന്ന ഒരു വലിയ തോതിലുള്ള ഓപ്പറേഷൻ എന്ന് സെൻട്രൽ കമാൻഡ് വിളിച്ചതായി അമേരിക്ക ആരോപിച്ചു. ഗാസ യുദ്ധത്തിന്റെ പേരിൽ വിമതർ വീണ്ടും ആക്രമണം നടത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ചെങ്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിലെ കപ്പലുകൾക്ക് നേരെ വെടിവയ്പ് നിർത്തുന്നതുവരെ അമിതമായ ശക്തി പ്രയോഗിക്കുമെന്നും വാഷിംഗ്ടൺ പ്രതിജ്ഞയെടുത്തു. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ദിവസേന US വ്യോമാക്രമണം നടത്തുന്നതായി ഹൂത്തികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 പേർ കൊല്ലപ്പെട്ടതായി റിബൽസ് പറയുന്നു. വ്യാഴാഴ്ച നേരത്തെ വിമത നിയന്ത്രണങ്ങളിലുള്ള തലസ്ഥാനമായ സനായ്ക്കടുത്ത് രാത്രിയിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടതായി വിമതർ പറഞ്ഞിരുന്നു. ഇതിന് അമേരിക്കയാണ് ഉത്തരവാദിയെന്നും അവർ ആരോപിച്ചിരുന്നു. തലസ്ഥാനത്തിന്റെ വടക്കും തെക്കും സന ഗവർണറേറ്റിൽ ഏകദേശം 20 ആക്രമണങ്ങൾ നടന്നതായി ഹൂത്തികളുടെ അൽ മസീറ TV ചാനൽ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.